പ്രിയപ്പെട്ടവരെ നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എവിടെ നിർത്തിയത്? അല്ല, വീഡിയോ കുറച്ച് നാളായിട്ട് ഇട്ടിട്ടില്ല. അത് നമുക്ക് ഇത്തിരി സുഖം ഉണ്ടായിരുന്നില്ല, ഒരു പനിയുടെ ലക്ഷണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടാ. അപ്പോൾ നമ്മൾ ആദ്യം ചരിത്രത്തിലേക്കാണ് പോവാം. ഇന്ന് വ്യാഴാഴ്ചയില്ല. നമ്മൾ നിർത്തിയത് നമ്മുടെ അതിസുന്ദരിയായ ക്ലാസ് ടീച്ചർ. അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ അത്രയും ഭംഗിയുള്ള ടീച്ചർ, ഞാൻ അങ്ങനെ അത്ര ഭംഗിയുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കത്തിട്ടാ. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റ്, ഒരു 10-22 വയസ്സ് പ്രായം, മുഖത്ത് നല്ല മോക്കുരു. ടീച്ചറുടെ പേര് ഫിലോമിന എന്നായിരുന്നു. അപ്പോൾ ആ ടീച്ചർ വന്നപ്പോൾ 4ാം ക്ലാസ്സിലത്തെയും 2ാം ക്ലാസ്സിലത്തെയൊക്കെ ടീച്ചർമാർ ഹെഡ് മാഷ് അത്ര പരിചയമില്ല നമുക്ക്. 4ാം ക്ലാസ്സിലത്തെയും 2ാം ക്ലാസ്സിലത്തെയും 1ാം ക്ലാസ്സിലൊക്കെ ടീച്ചർമാർ എപ്പോഴും ഈ ടീച്ചറോട് വർത്താനം പറയും. ടീച്ചർമാരിങ്ങനെ ഫിലോമിനാന്ന് വിളിക്കില്ല, ഫിലോ എന്ന് വിളിക്കില്ല. അവർ എന്തെങ്കിലും അവർക്കും സംസാരിക്കാനായി ടീച്ചറായിട്ട് സംസാരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം. നമ്മളാണെങ്കിൽ ടീച്ചറെ ഭംഗി കണ്ടിട്ട് ടീച്ചറിൽ എന്താ പറയുക അനുരക്തനായിപ്പോയി. ഒരു ഭയങ്കര ഒരു പ്രണയം നമുക്ക് ടീച്ചറോട് തോന്നി. ഭയങ്കര ഇഷ്ടം തോന്നി. ടീച്ചറെ ഒരു നോട്ടം കിട്ടാൻ ഞാൻ മുന്നിലിരിക്കുന്നത്. നമ്മളാണ് ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളിൽ ഒരാൾ. അപ്പോൾ 2 പേരാണ് മെയിനായിട്ട് നന്നായിട്ട് പഠിക്കുക. ഒരാൾ ഞാനാണ് ഏറ്റവും നന്നായി പഠിക്കുന്നത്. അപ്പോൾ ഈ രചന, നമ്മൾ രചനയൊക്കെ എഴുതില്ലേ, രചന പുസ്തകങ്ങൾ, അത് ഓഫീസർ അതിൻ്റെ ബുക്കുകളുണ്ട്. അത് വേറെ ഒരു 3 മാസം കൂടുമ്പോൾ എടുക്കുക, ഓഫീസ് റൂമിൽ കൊണ്ടു വയ്ക്കുക. അപ്പോൾ ടീച്ചറെ ഒപ്പം അതും ഈ ഓഫീസ് റൂമിലൊക്കെ കൊണ്ടുപോകുക, നമ്മളെ കണ്ടുപിടിച്ച് പോവുക. അപ്പം ഒരു ഭയങ്കരമായ ഒരു സുഖ. ടീച്ചറെ പിന്നിയോടെ നടക്കുക, ടീച്ചറെ കാലടി നോക്കി നടക്കുക. അങ്ങനെ അത്ര ഇത് പ്രായത്തിൽ തന്നെ സ്വഭാവം മനസ്സിലായില്ല. ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ ഒരു കാര്യം ഉണ്ട് അതിന്റെ ഇടയിൽ ഒരു കാര്യം ഓർമ്മ കൊണ്ട് പറയാം. ആകപ്പാടെ ഈ ഒരു പ്രണയത്തിന്റെ കഥ മാത്രമായിട്ട് എന്നോടും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചേട്ടന് പ്രണയമൊന്നും ഇല്ല, അത്ര ഉണ്ടായിട്ടില്ല. പിന്നെയൊക്കെ ചേട്ടനെ ഒരാളോട് പോലും അങ്ങോട്ട് ഇഷ്ടമില്ല. എല്ലാ പെണ്ണുങ്ങളും ചേട്ടന്റെ പിന്നാലെ നടക്കുകയായിരുന്നു, പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നു അല്ലേ. പിന്നെ പ്രണയം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. അതന്നെ. അപ്പം ടീച്ചറ് എങ്ങോട്ട് പോകണ്ടെങ്കിലും എങ്ങോട്ടുണ്ടെങ്കിലും നമുക്ക് മാത്രമല്ല നമ്മുടെ പ്രായത്തിലുള്ള നമ്മുടെ കൂട്ടുകാരന്മാർക്കും ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവരൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ പറയണമെന്ന് മാത്രം. അങ്ങനെ എൻ്റെ നേരെ മൂത്ത ചേട്ടൻ പറഞ്ഞു, ടീച്ചർ താമസിക്കുന്നത് നമ്മുടെ അവിടെയാണ്, നമ്മുടെ വീടിൻ്റെ അടുത്താണ് ആ ടീച്ചർ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട് ഈ അരിക്കമ്മീൻ്റെ അടുത്ത് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു പറഞ്ഞു. അപ്പോൾ ടീച്ചറെ വീട് കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. പക്ഷെ അങ്ങോട്ട് പോകാനായിട്ടൊരു കാരണമല്ലേ, ആ വഴി കൂടെ പോകണ്ടേ. ഈ കമ്മി പിടിക്കുന്ന പടവരാടക്ക് പോണ വഴിയിൽ തന്നെ ഇത് അയ്യോ നിന്റെ കണ്ണി കുത്തു നീക്കണ്. ഇവള് പറയുന്നത് എന്താണെന്നറിയോ, ഈ ചരിത്രം പരിപാടി കഴിയുമ്പോൾ ഇവള് ചരിത്രമാവുന്ന പറയുന്നത്. ഞാൻ കണ്ണി കുത്തിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട് തന്നെ. അപ്പം അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകാനായിട്ട് എന്തിട്ട് വഴിന്ന് ആലോചിച്ചപ്പോഴുണ്ട് പടവരാട് വശത്ത്. അപ്പം നമ്മുടെ കൂട്ടുകാരന്മാരോട് ഈ ടീച്ചറെ കാണാനാണ് ഇങ്ങനെ കാണാനാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പടവരാട് വശത്ത് ഒരു വക്കമ്മാവുണ്ട്. വക്കമ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കശുമാവില്ലേ, കശുമാവ് സാധാരണ കശുമാവിൻ്റെ അണ്ടിയൊക്കെ സാധാരണ ഇത്രയ്ക്കല്ല ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ അണ്ടി കളിക്കും, ഈ മറ്റേ നമ്മൾ പിള്ളേരുകളൊക്കെ അണ്ടികളി ഗോലികളി ഇങ്ങനെ കുറേ കളികളുണ്ട്. അപ്പോൾ ഈ അണ്ടികൾ ഇങ്ങനെയുണ്ട് മണ്ണിൽ ഇങ്ങനെ മണ്ണ് ചെറുതായിട്ടൊന്ന് കൂമ്പാരം കൂട്ടി വെച്ചിട്ട് ഇങ്ങനെയുണ്ട് ഓരോരുത്തരെ കശിനണ്ടികൾ ഇങ്ങനെയുണ്ട് വരിയിൽ വെക്കും. എന്നിട്ട് ഇട്ടിട്ട് ഈ കൊത്തിട്ട് ആഗ്രഹിച്ച് തെറിക്കാൻ ഇട്ടുപിടുത്താൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പണ്ടുള്ളവർക്ക് അറിയാം. അതൊരു കളിയാണ്. അപ്പൊ ഈ കൊത്തുന്ന വക്കല് ഈ അണ്ടിൻ്റെ അത് ഇത്തിരി വലിപ്പുള്ളതായിരിക്കും, വക്കനണ്ടി വക്കമാവ്. അപ്പോൾ അത് ഏകദേശം ഇത്രയ്ക്ക് നമ്മുടെ ഈ വിരലിൻ്റെ അത്രയ്ക്കില്ല, നല്ല വലിപ്പുണ്ടാവും അണ്ടി. ആ വക്കമ്മാവ് പടവരാട് ഒരെണ്ണുണ്ട്, പടവരാട് മിനി എസ്റ്റേറ്റിൻ്റെ അപ്പുറത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ടീച്ചർ മറ്റേ സ്കൂൾ തുറന്ന ടൈമിൽ പുതിയ ടീച്ചർ വന്നിട്ടാണ്. ആ സമയത്ത് കശുമാവുമ്മ ഈ കശുനണ്ടി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഗടികളെ നമ്മുടെ കൂട്ടുകാരന്മാരെ പ്രേരിപ്പിച്ചു, നമുക്ക് ആ മാവൊന്ന് കാണാൻ പോവാം. കശുമാവ് വാങ്ങിൻ്റെ അവിടുത്തെ വേനൽക്കാലത്താന്ന് എല്ലാവർക്കും അറിയാലോ.
അപ്പൊ ഇവറ്റകൾക്ക് അതൊന്നും അറിയില്ല. നമ്മൾ ടീച്ചറെ വീട് കാണാനാണ് പോണത്, ടീച്ചർ അവിടെ കാണാൻ പറ്റുമെന്ന് നോക്കണം പോണം. അങ്ങനെ ഞങ്ങള് 3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് കൂടിയിട്ട്, അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സജി, ദേവി ഉണ്ട് കേട്ടോ, ആരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് കൂടിയിട്ട് പോയി. ഈ പടവരാട് വരെ നടന്നു. അപ്പോൾ ടീച്ചർ വീടുണ്ട്. ടീച്ചറെ വീട് നമ്മുടെ കൂട്ടുകാരൻ്റെ വീടിൽ നിന്ന് പ്രാഞ്ചേരി വീടില്ലേ, നമ്മുടെ പ്രാഞ്ചേരി മരിച്ചത് നാള്, അവൻ്റെ വീടിൽ നിന്ന്. അപ്പോൾ അവിടെ വലിയ ടെറസ് വീട് പണിതു. അന്നൊരു ഓടിട്ട വീടായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് ടീച്ചറെ വീട് നിർവൃതിയോടെ കണ്ടു. ആ വീടൊക്കെ നമുക്ക് ഗുരുവായൂർ അമ്പലം പോലെ തോന്നി കിടന്നാ കേട്ടാ. അത്ര അല്ല, അത് പറഞ്ഞിട്ടില്ല. അതിപ്പോ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ ടീച്ചറെ വീട് അന്വേഷിച്ച് പോയെന്ന് പറഞ്ഞ ആ ടീച്ചറെ വീട് പോണ വഴിക്ക് കണ്ടു. പിന്നെ മാവ് കാണാനൊന്നുമില്ല, കാരണം ഞാൻ അത് കേട്ടറിഞ്ഞിട്ട് മാവ് കാണാൻ ഇങ്ങനെ ഒരു മരം കാണുന്നത്, ഒരു ചെറിയൊരു മാവ് അത്രേ ഉള്ളൂ. പക്ഷെ ടീച്ചർ അവിടെ കണ്ടില്ല. അങ്ങനെ തിരിച്ചു പോന്നു. അങ്ങനെ ഒരു ദിവസം ടീച്ചറെ ഒന്ന് തൊടണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ടീച്ചർ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ട് ഓടിച്ചെല്ല, ടീച്ചർ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കറിയാലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ടീച്ചർ ഈ മേശാരോട് ഇരിക്കുന്നു. എന്തോ ക്ലാസ് എടുത്ത് ഇരിക്കുമ്പോൾ ടീച്ചർക്ക് ഓഫീസ് റൂമിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാൻ വരുന്നവരെ വർത്താനം പറയുന്നവരെ പേര് എഴുതാൻ പറഞ്ഞു. എന്നിട്ട് വിളിച്ചതാരെന്നറിയോ, എന്നെ. ഭയങ്കര സന്തോഷമായി. അപ്പം നമ്മൾ പതുക്കെ മെല്ലെ നടന്ന് മേശാര അവിടേക്കേണ്ട എത്തി. അയ്യോ, മേശാര അവിടെ എത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞു, അജു പേര് എഴുതിയോട്ടെ. അപ്പോൾ ടീച്ചറെ ഈ മണിമുത്തുകളാണ് നമുക്ക് ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരി, വർണ്ണിക്കണ്ട. ഇവൾക്ക് ദേഷ്യം വേണ്ടിട്ടാ വർണ്ണിക്കണ്ടിട്ട്. ശരി, അങ്ങനെ ടീച്ചർ പോയി. ടീച്ചർ പോയിപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ടീച്ചറെ ടവലില്ലേ, കർച്ചീഫ്, അത് മേശാമ വെച്ച് ടീച്ചറെ മറന്നിട്ട് പോയ. അപ്പോൾ ടീച്ചറെ തൊടാൻ പറ്റിയില്ല. ടീച്ചറെ ടവലെങ്കിലും തൊടാൻ പറ്റിയെന്നുള്ള ഒരു ഇതിൽ പതുക്കെ കിടാങ്ങളെ പിള്ളേരുകളൊക്കെ വർത്താൻ പറയണ്ടത്. നമ്മൾ ആ പേരെഴുതുന്ന പേരെഴുതാൻ ഒരു ടീച്ചർ പുസ്തകം തരും, വർത്താൻ പറയുന്ന പേരെഴുതാൻ. നമ്മൾ പതുക്കെ ഇതിങ്ങനെയുണ്ട് ഒന്നറിയാത്ത പോലെ ഈ ടവലും വിളിക്കാണ്ട് കൈ എങ്ങനെയുണ്ട് മെല്ലെ 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 കൊണ്ടുപോയി. ഞാൻ നീക്കി 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 ആ ടവലുമ്പിൽ അങ്ങോട്ട് ഞാൻ പിടിച്ചു. പിടിച്ച വഴിക്കേ എൻ്റെ കൈ നനഞ്ഞു. കൈ നനഞ്ഞു നോക്കിയപ്പോഴുണ്ട് ടീച്ചർ മൂക്ക് ചീറ്റി വെച്ച ടൈമില് എന്റെ കൈ തൊട്ടത്. എനിക്ക് അറപ്പ് തോന്നി. അപ്പൊ എനിക്ക് ടീച്ചറോടും ടവലിനോടും ഒക്കെ ഇതിനോട് അറപ്പ് തോന്നി എന്ന് പറഞ്ഞ ഇത് ഇങ്ങനെ തുടക്കി കൈമ നിറച്ചായി. അതോട് കൂടിയിട്ട് എന്റെ പ്രണയം അവിടെ തവിട് പൊടി. ടീച്ചറോട് എനിക്ക് വെറുപ്പായി, ദേഷ്യായി. ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് ടീച്ചറും ദൈവം ദേവതയും നല്ല നമ്മളെ പോലെ സാധാരണ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൂടി എൻ്റെ പ്രണയം പൊളിഞ്ഞു. ആ ടീച്ചർ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പോയി, സ്ഥലം മാറ്റം കിട്ടിപ്പോയി. ടീച്ചർക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു 60-68 വയസ്സ് 70 വയസ്സായിൻ്റെ തോന്നും ഇപ്പോൾ കേട്ടോ, ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഒരു ടീച്ചറുള്ളൊരു ഇഷ്ടം പോയി. രസമുണ്ടാ? എല്ലാവർക്കും ഉണ്ടാവും, ആമ്പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഓരോ ഇഷ്ടം ഉണ്ടാവും. ശരി, അത് വിട്ടടാ. ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാ. അങ്ങനെ 3ാം ക്ലാസ്സിലിരിക്കുമ്പോൾ ഈ മറ്റേ ആനക്കല്ല് വശത്തുനിന്ന്, അതായത് ആവണിശ്ശേരി വശത്തുനിന്ന് നമ്മുടെ ക്ലാസ്സിൽ കണ്ടമാന പിള്ളേരുണ്ടായിരുന്നു. രമേഷ്, സുരേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിലത്തെ എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരന്മാരായിരുന്നു രമേഷും സുരേഷും. നന്നായി സുരേഷ് നന്നായി പഠിക്കില്ല. അവരൊക്കെ ഈ ആനക്കല്ല് വശത്ത് വരാം. പിന്നെ പ്രകാശം കുറെ പിള്ളേരുണ്ടായിരുന്നു. അവർ ആനക്കല്ല് വശത്ത് വരുമ്പോൾ ഈ റെയിൽ പാളം, ഞാൻ ആദ്യമായിട്ട് തീവണ്ടീനെ കാണുന്നത് 2ാം ക്ലാസ്സിൽ പോയി. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വട്ടം റെയിൽ പാളത്തിന് അവിടെ പോയിട്ട് തീവണ്ടി കണ്ടിട്ടുണ്ട്, പിന്നെ പോയിട്ടില്ല. 3ാം ക്ലാസ്സിലായപ്പോഴാണ് ഈ നമ്മുടെ കൂട്ടുകാരന്മാരായിട്ട് കൂടുതൽ ഈ അവരാണെങ്കിൽ വന്നിട്ട് ഈ ആനക്കല്ല് വശത്ത് വരുമ്പോൾ റെയിൽ പാളം ക്രോസ് ചെയ്തിട്ടാണ് വരാം. അപ്പോൾ ഈ അവിടെ തന്നെ ഒല്ലൂര് ഗുഡ്സ് മറ്റേ സാധനങ്ങൾ, ചരക്കുകൾ ഇറക്കൽ, സിമെന്റ് ഇറക്കൽ, മറ്റേ അത് ഇറക്കുന്ന കാരണം ഗുഡ്സ് വണ്ടികൾ ഇങ്ങനെ വെറുതെ ഇടും. അപ്പം ഇവര് ഈ ട്രെയിനൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ട്രെയിനിൻ്റെ ഉള്ളിയോടെ കടന്നിട്ട് ഇതൊക്കെ തീവണ്ടി പാളൊക്കെ കടന്നിട്ട് വരുന്നിട്ട് തീവണ്ടിനെ പറ്റിയുള്ള വർണ്ണനകളാണ്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് എന്താ കൊതി തോന്നി തുടങ്ങി. കാരണം തീവണ്ടി ഇവരൊക്കെ ഒരു ഭാഗ്യം കണ്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ കയ്യിൽ കാന്തമുണ്ട്, ഒരു കാന്തത്തിൻ്റെ കഷ്ണം
റെയിൽ പാളത്തിൻ്റെ അവിടെ കാന്തങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. ഈ കാന്തം കൊണ്ടിട്ട് മറ്റേ ഈ കടലാസിന് മീതെ ഈ മണൽ തരിട്ടിട്ട് അത് മോഡലുള്ള ഒരു കളിയില്ലേ, അതൊക്കെ ഇരുമ്പിൻ്റെ അതൊക്കെ ഇട്ടിട്ട് ഒരു ജാതി ഇത് കാണിക്കും. അപ്പം കാന്തം കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എന്തൊരു ഭാഗ്യവന്മാരാ. അപ്പോൾ എനിക്ക് ശരിക്കും പറയണെങ്കിൽ ആ സമയത്ത് നമ്മുടെ അച്ഛനോട് ശരിക്ക് ദേഷ്യം തോന്നി. ഈ അച്ഛന് ഇവിടെ തീവണ്ടി പാളത്തിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് വീട് പണിതാൽ മതിയായിരുന്നില്ലേ. ഇവിടെ വന്നിട്ട് ഇവർ എത്ര ഭാഗ്യവരെ, എപ്പോഴും തീവണ്ടീനെ കാണാം, തീവണ്ടിയിൽ ഉള്ളിയോടെ ചാടി കയറി കളിക്കാം, റെയിൽ പാളത്തോടെ അടക്കാം, കാന്തങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ തീവണ്ടിയിൽ പറഞ്ഞത് അങ്ങനെ തോന്നി. അപ്പം ഞാൻ എൻ്റെ മൂന്നാമത്തെ ചേട്ടൻ അനിലേട്ടനോട് പറഞ്ഞു നമുക്ക് തീവണ്ടിയിൽ കാണാൻ. അപ്പം ഉച്ചയ്ക്ക് അന്ന് 1 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് ചോറിനാൻ വരും. ചോറെന്ന് പറയുന്നില്ല വലിയ ഇതിൽ എന്തെങ്കിലും കഴിക്കാനായിട്ട് വരും മാത്രം. അപ്പം എൻ്റെ കൂട്ടുകാരൻ വത്സനും ഞാനും അനിലേട്ടനും കൂടിയിട്ട് ഞങ്ങൾ 3 പേരും സ്കൂൾ വിടുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരില്ല, വീട്ടിലേക്ക് വരില്ല. അതിന് പകരം ഞങ്ങൾ മറ്റേ ചങ്ങലകൈൻ്റെ അവിടേക്ക് തീവണ്ടി കാണാൻ പോകും. ഒരു സ്കൂൾ വിട്ട വഴിക്ക് തന്നെ ഓട്ടും ഞങ്ങൾ 3 പേര്. ആ സമയത്ത് ഒരു തീവണ്ടി ജയന്തി എന്തൊരു ഉണ്ട്, ഒരു എക്സ്പ്രസ് വണ്ടി ഉണ്ട് അടിച്ച് മിനിച്ച് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഗുഡ്സ് വണ്ടിയിലും കാണാം. അങ്ങനെ ഞങ്ങൾ തീവണ്ടി കാണൽ സ്ഥിരമാക്കി. കുറച്ച് നാൾ തീവണ്ടി കാണൽ ഇതാക്കി. അങ്ങനെ തീവണ്ടി കണ്ട് മടുത്തു ഞങ്ങൾക്ക്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തേങ്ങിന് കാന്തം. ഞാൻ ഒരു തവണ റെയിൽ പാളത്തിന്റെ അവിടേക്ക് കാന്തറക്കാൻ പോയി പല്ല ചേട്ടനെ പിടിച്ചു വലിച്ചു. അടുപ്പിന് കിട്ടും അവിടെ എന്ന് പറഞ്ഞു. അടുപ്പിന്ന് അവിടെ ഒരു ചുക്കും കിട്ടില്ല, അവര് വെറുതെ പറയുന്നതെന്ന് പറഞ്ഞു. എനിക്ക് അപ്പൊ ആ സമയത്തുള്ള തീവണ്ടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കൽക്കരിന്ന് ഒരു ഗുഡ്സ് വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ പുകമയായിരിക്കും ആ പ്രദേശം. അത്രയ്ക്ക് അവിടെ കയറ്റം പോലെയാണ്. അങ്ങനെയാണ് എറണാകുളം വശത്തേക്കാണ്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റം പോലെയാണ്. അപ്പോൾ പിന്നൊരു ഓർമ്മ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇവിടെ നാട്ടില് ഇവിടെ എനിക്ക് ഈ കിളികളെ ഒരു നിരീക്ഷിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ചെറുതായിട്ട് കുഞ്ഞിതായിട്ട്. അപ്പം അതിൽ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പോത്തില്ലേ, നമ്മുടെ ചെമ്പോത്തിൻ്റെ കൂടെ അന്വേഷിച്ച് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആരോടും പറയില്ല ചേട്ടാ, നമ്മൾ ഒറ്റയ്ക്കാണല്ലോ. എന്തിനാ അന്വേഷിച്ച് നടക്കുന്ന വെച്ചിട്ട് ചെമ്പോത്തിൻ്റെ കൂട്ടിൽ ചെമ്പുകമ്പി ഉണ്ടാവും. ആ ചെമ്പുകമ്പി ഉണ്ടാവും പറയുന്നത്. അത് നാട്ടില് നമുക്ക് കാർന്നവരൊക്കെ പറയും ചെമ്പുകമ്പി ഉണ്ടാവും. ആ ചെമ്പുകമ്പി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് കിട്ടും. ചെമ്പുകമ്പി അന്വേഷിച്ച് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്. ആരോടും പറയില്ലേ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്. ഈ ദേശത്തിന്റെ കഥയില് ശ്രീധരന്റെ കൂട്ടുകാർ അപ്പു ചെമ്പൂത്തിന്റെ കൂടെ അന്വേഷിച്ച് നടക്കും. കൊടുവേലിയുടെ വേര് ചെമ്പോത്തിന്റെ കൂട്ടിലുണ്ടോന്ന്. ചെമ്പോത്തിന്റെ കൂടെ അന്വേഷിച്ച് നടക്കുന്ന എല്ലാ നാട്ടിലും ഉണ്ടെന്ന്. അത് ഓരോ സ്ഥലങ്ങളിലും ഓരോ. അതിൽ അപ്പു കാടായ കാട് കൂടെ അന്വേഷിച്ചിട്ടും കൂട് കണ്ടെത്തിയില്ല. കൂടില്ലായിരിക്കോ? നിറച്ച് ചെമ്പോത്തുകൾ ഉണ്ട്, പക്ഷെ കൂടെ എവിടെയാണാവോ അല്ലെ? കൂട് ഇതുവരെയായിട്ട് ഞാൻ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല, ഒന്നും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ അപ്പൊ അത് ചെമ്പുകമ്പി അന്വേഷിച്ച് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ പ്രായത്തിൽ തന്നെയാണ് നമ്മുടെ ഇവിടെ ഒരു ചേട്ടൻ്റെ, ഒരു വലിയ ചേട്ടൻ എന്ന് പറയും, മറ്റേ ആശിമാരുടെ വീട്ടില് ഒരു എല്ലാവരിലും മൂത്ത ഒരു ചേട്ടൻ്റെ. അപ്പൊ ഈ നാട്ടിലുള്ള എല്ലാവരും ആളെ വലിയേട്ടൻ എന്ന് വിളിക്കുക. അപ്പൊ ആളെ കയ്യില് ഒരു റേഡിയോ ഉണ്ട്, പഴയ റേഡിയോ, ബാറ്ററി വർക്ക് ചെയ്യുന്ന റേഡിയോ ഉണ്ട്. പിന്നെ ആ കൊല്ലാറമ്പന്മാരുടെ അവരുടെ വീട്ടിലുള്ള റേഡിയോ, പിന്നെ ഈ പ്രദേശത്ത് ആളെ കയ്യിലൊരു റേഡിയോ ഉള്ള. അപ്പൊ ആളെ റേഡിയോ അങ്ങനെയുണ്ട് ഇടയ്ക്ക് അത് റിപ്പയറിങ് ചെയ്യും. അത് പൊളിച്ച് അതിങ്ങോട്ട് തുറന്നു വയ്ക്കുമ്പോൾ ഞങ്ങൾ പിള്ളേരുകളൊക്കെ വട്ടം കൂടി ഇങ്ങനെയുണ്ട് ചുറ്റും കൂടി ഇരുന്നിട്ട് അതിലത്തെ അത്ഭുത വസ്തുക്കളെ നോക്കും. ഇതിങ്ങനെ ഓരോ ഡോമുകൾ പോലുള്ള ഓരോ സാധനങ്ങൾ കുറെ എണ്ണം ഉണ്ടാവില്ലേ, അതിന് പറയാ കപ്പാസിറ്റർ, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ ആള് ബാറ്ററി വെച്ചിട്ട് ഇടയ്ക്ക് പാട്ട് പാടുമ്പോ എന്നിട്ട് ആള് അപ്പൊ ഇതെന്തിരിക്കാന്ന് പറയുമ്പോൾ ആള് പറയും ഇതിലാണ് യേശുദാസ് ഇരിക്കുന്നത്. ഓരോ സാധനത്തില് ഉണ്ടകളിൽ നോക്കി ഇതിലാണ് യേശുദാസ് ഇരിക്കുന്നത്, മറ്റേലാണ് സുശീല ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊക്കെ വിശ്വസിച്ചു ഈ സാധനം. ഇതിലൊക്കെ വൈകുന്നേരം കിടക്കുമ്പോ ചിന്ത അതായിരിക്കും, ഇതിന്റെ ഉള്ളില് അവരെങ്ങനെ ഇരിക്കുന്നത്, എന്നാ പാട്ട് കേൾക്കണുണ്ട്. അപ്പൊ പിന്നെ അവരെല്ലാണ്ടിരിക്കും. ഇത് ഏറ്റവും തമാശ പറഞ്ഞ 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലായിരിക്കും 6-7 വയസ്സായപ്പോഴുള്ള ബുദ്ധിനെ പറയുന്നത്. ഇത് ഇങ്ങനെയാണ് ചിന്തിച്ച് കിടക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറിനാൻ വരുന്ന ടൈമുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണി തൊട്ടിട്ട് 2 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടാവും റേഡിയോയിൽ. അപ്പോൾ നമ്മുടെ കമ്മിപ്പിടി കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ ഒരു കുരിശിപ്പള്ളിയിലെ കപ്പേടാരപ്പുറത്ത് ഒരു വീടുണ്ട്.
അവിടെ പാട്ട് വെച്ചിട്ടുണ്ടാവും. ആ പാട്ട് വെച്ച് കേൾക്കുമ്പോൾ ചില ദിവസം എന്ന് പറഞ്ഞാൽ നല്ല പാട്ടാണെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റൊക്കെ ആ പാട്ട് കേട്ട് ഇങ്ങനെ നിൽക്കും. നമ്മുടെ വീട്ടിലൊന്നും റേഡിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ആരുടെ വീട്ടിലും ഇല്ല. അവർ നല്ല ഉറക്കനും വെക്കും. അപ്പം അതിൻ്റെ വരാന്തയില്ല അവിടെ ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോഴാണ് ഞാനൊരു പാട്ട് കേട്ടത്. അല്ലി മലർക്കാവിലെ എന്ന് പറഞ്ഞ പാട്ട് കേട്ടത്. മറ്റേ കണ്ണപ്പനണിയിലത്തെ പാട്ടില്ലേ, അല്ലി മലർക്കാവിലെ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ ആകെ പാടി നടന്നു, ആസ്വദിച്ച് പാടി നടന്നു. ക്ലാസ്സിലും വീട്ടിലും ഒക്കെ പാടി നടന്നു. അപ്പോഴാണ് എൻ്റെ ക്ലാസ്സിലത്തെ രമേഷ്, ആനകളിൽ നിന്ന് വരുന്ന രമേഷ്, ആ ഞെട്ടിപ്പിക്കുന്ന സത്യം, ആ പാട്ടിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യം എന്നോട് പറഞ്ഞത്. അതോട് കൂടിയിട്ട് എനിക്ക് യേശുദാസിനോട് വെറുപ്പായി.